ശരിക്കും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ അല്ലെങ്കിൽ ഈ വാർത്തകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പോലീസ് ഈ ചെക്കിങ് കുറച്ചുകൂടെ കർശനമാക്കിയിരിക്കുകയാണ്. അത് എന്താ പറയുക, ഇപ്പൊ ക്രിസ്മസ് വരാൻ പോവാണ്, ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് കൊച്ചിയിലൊക്കെ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നത് നല്ലതല്ല ആക്ച്വലി. നമുക്ക് ഈ പ്രശ്നങ്ങൾ എന്താ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ അതുമായിട്ട് തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. വളരെ നല്ലതാണ് അതൊക്കെ. ആർക്കും നല്ലത്? ജനങ്ങൾക്കല്ല. ഇത് കേൾക്കുമ്പോൾ സത്യം അനുവിന് ഈ വാർത്ത കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ, ഇതൊക്കെ ഒരു പ്രഹസനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഖജനാവ് ഇതിൽ കാശില്ലെന്നാണല്ലോ ഇവർ പറയുന്നത്. ഇവർക്ക് ഒന്നെങ്കിൽ പ്രളയ ഫണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ദുരന്ത ഫണ്ട്, ഇല്ലെങ്കിൽ ട്രാഫിക്. ഇതുപോലെ ജനങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക. അത് ക്യാമറ വെച്ചാലും ശരി, അല്ലെങ്കിൽ ഊതിച്ചായാലും ശരി, പെറ്റിയടിച്ചാലും ഹെൽമെറ്റ് ആയാലും, അങ്ങനെ എന്തോ ഓരോ കാര്യങ്ങളാണ്. ഇതിപ്പോൾ ആണ്ടിനും സംക്രാന്തിക്ക്, അതായത് ഓണം, വിഷു, പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ, അവധിക്കാലങ്ങൾ, ഇങ്ങനെയെല്ലാം കാലാകാലങ്ങളിലായിട്ട് ഈ അണ്ണന്മാരിറങ്ങും. അതായത് ഇപ്പോൾ ജനങ്ങൾ പൊറുതി മുട്ടിരിക്കുകയെന്നാണ് വാർത്ത പറയാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് പോകാൻ പോയല്ല, വൈറ്റില ഹബ്ബിലും അതോടൊപ്പം തന്നെ അങ്ങനെ പലയിടത്തും കടവന്ത്രയിലും എല്ലാം ഉദിക്കുകയാണത്രേ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ അണ്ണന്മാർക്ക് ഈ ശുഷ്കാന്തി അത്യാവശ്യം നേരത്തെ ഉണ്ടെങ്കിൽ, അതായത് കൃത്യമായ ഇടവേളകളിൽ ഇത് ഇവർ ചെയ്യുമായിരുന്നെങ്കിൽ എത്ര ജീവനുകളെ രക്ഷിക്കാം അനു. ഇതൊന്നും ചെയ്യാതെ സത്യത്തിൽ എനിക്കൊക്കെ ഫെഡപ്പാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കാൻ പോലും. എനിക്ക് സത്യത്തിൽ വെറുപ്പ് തോന്നുന്നത് എന്നോട് തന്നെ. വേറെ ഒന്നും കൊണ്ടല്ല, അത്ര ഞാൻ ഇമോഷണലായി സംസാരിക്കും. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, എത്ര ജീവനുകളാണ് പൊലിയുന്നത്. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം. ഇപ്പോൾ അനുവിൻ്റെ കോളേജ് കാലത്തായാലും അനുവിൻ്റെ ചെറുപ്പം തൊട്ട് ഇപ്പോഴും, എൻ്റെ ചെറുപ്പം തൊട്ട് ഇപ്പോഴും, ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും ഇതേ സ്റ്റൈൽ തുടർന്നു പോവുകയാണ്. എനിക്കൊന്നും ഒരേ ലെവലിൽ പോകുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ മദ്യത്തിന്റെ ക്യൂ, ബിവറേജ്, മറ്റു കാര്യങ്ങൾ, അത് കൃത്യമായ അളവിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമതാണ് ഈ ട്രാഫിക് നിയമങ്ങൾ, അല്ലെങ്കിൽ ഈ കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ല, പ്രത്യേകിച്ചും ആൾക്കാരെ പിഴിഞ്ഞുകൊണ്ട് ഈ ഫെസ്റ്റീവ് സീസണുകളിൽ മാത്രം പോലീസ് അവിടെ ഇവിടെ മൂലയ്ക്ക് മുക്കിൽ നിന്ന് പിടിക്കുന്ന ആ ഒരു വൃത്തികെട്ട സ്വഭാവം. അല്ലെങ്കിൽ ഞാനൊക്കെ ഈ ലൈസൻസ് എടുത്ത സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പോകുമ്പോഴോ പെട്ടെന്ന് പുറത്തു പോയി വരുന്നവർ പറയും ഇന്ന് ചെക്കിങ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓർക്കും ഇന്നിപ്പോ എന്താ ചെക്കിങ് നടത്താനായിട്ട്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല ആലോചിച്ചാലും. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഈ ഖജനാവില് എന്താ പറയാ തുട്ടിന്റെ അളവ് ലേശം കുറയുമ്പോ അന്നേരം ഒരു വേട്ടയ്ക്ക് ഇറങ്ങാം, ഹെൽമെറ്റ് വേട്ട, ലൈസൻസ് വേട്ട. ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ത് തോന്നിയാസാ. കാരണം ഈ ഹെൽമെറ്റ് ഇപ്പൊ തന്നെ നമ്മൾ കൊച്ചി നഗരത്തിലാണെങ്കിൽ എത്രയും നാളുകളായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചിയിലെന്നല്ല, ആലപ്പുഴ ആയാലും ചേർത്തലായാലും ഹെൽമെറ്റ് ഇല്ല ആരുടെയും തലയില്. എനിക്കൊന്നും നമ്മുടെ ക്യാമറ കണ്ണടച്ചിരിക്കുകയെന്ന് മിക്കവർക്കും മനസ്സിലായി. ഇപ്പം അത് റിയൽ പിന്നെയും ഓപ്പൺ ആയിട്ടുണ്ട്. ക്യാമറ കണ്ണടച്ചിരിക്കുകയെന്ന് അറിഞ്ഞ ആ മൊമെന്റ് തൊട്ട് ഈ ക്യാമറയൊക്കെ വെറുതെ വെച്ചിരിക്കുന്നതാണ്. പല ഡ്രൈവർമാരും നമ്മുടെ കൂട്ടത്തിലുള്ള കസിൻസും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടോ, ഇവിടെയൊക്കെ വെറുതെ ഇവിടെ ഒന്നും അടിക്കത്തൊന്നുമില്ല, പെറ്റി അടിക്കത്തില്ല, ആൾക്കാരെ പിടിക്കത്തില്ല, അങ്ങനെ ഒരു സമാധാനത്തിലൂടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ആൾക്കാരുടെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ വണ്ടി ആലപ്പുഴ ടൗണിലൂടെ ഞാൻ രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ റോഡിലേക്ക് കയറുവാണ്. അമ്മ, അച്ഛൻ, കുഞ്ഞ്, 2 കുട്ടികളാണ് ബൈക്കിലുള്ളത്. ഇൻഡിക്കേറ്റർ ഇടത്തില്ല. എൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഇൻഡിക്കേറ്റർ ഇടാത്തപ്പോഴാണ് പലരും ചെന്ന് ഇടിച്ച് കയറ്റുന്നത്. നമ്മൾ ആ അപകടം ശ്രദ്ധിച്ചാൽ മാത്രമേ, പല CCTV ക്യാമറകളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ അപകടത്തിന്റെ ക്യാമറകളുടെ കാണാറുണ്ടല്ലോ. അതിനകത്തൊക്കെ ഈ ഇൻഡിക്കേറ്റർ ഇല്ലാതെ ക്രോസ് ചെയ്യുക എന്നതിലാണ് മിക്ക ഇടികളും, ഒരു 60% ഇടികൾ നടന്നിട്ടുണ്ടാവുക. അത് ബസ്സിൽ ഓട്ടോ അടിച്ച് കയറുക, അല്ലെങ്കിൽ വളയ്ക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം നടന്നു പോകുന്ന ഒരാളുടെ കാലയിൽ കൂടെ കയറ്റി ഇറക്കിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മൾ നിർത്താൻ പോവുകയാണ് ഒരേ പേസിൽ, താൻ 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു, ഞാൻ പുറകിൽ ഒരു 65 കിലോമീറ്റർ സ്പീഡിൽ വരുന്നത്, താൻ ഓൾ ഓഫ് എ സഡൻ ഇൻഡിക്കേറ്റർ ഇല്ലാതെ വെട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ബ്രേക്ക് കിട്ടണ്ടേ? നമ്മുടെ കയ്യിലിരിക്കുന്ന റോബോട്ടൊന്നുമല്ല, മനുഷ്യത്താൽ നിർമ്മിതമായിട്ടുള്ള ഒരു യന്ത്ര സാമഗ്രഹിയാണ് മോട്ടോർ വാഹനം എന്ന് പറയുന്നത്, വെദർ ഇറ്റ് ഈസ് 2 വീലർ ഓർ 4 വീലർ. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയമില്ല. ഇൻഡിക്കേറ്റർ ഇടാത്തവർക്ക് ശിക്ഷയില്ല, ഹെൽമെറ്റ് വെക്കാത്തവർക്ക് ശിക്ഷ. ഇപ്പം ലഹരി പദാർത്ഥങ്ങൾ ഊതിക്കാൻ നടക്കുകയാണ്. ഇവർക്ക് സ്വയം ലജ്ജ തോന്നുന്നില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവര് മുൻപ് ഒരു 4 പേര് ഒരുമിച്ച് ഇങ്ങനെ കാറിൽ പോവാ. അപ്പം അതില് എല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്, ഡ്രൈവർ അടക്കം 4 പേരും മദ്യപിച്ചിട്ടുണ്ട്. അപ്പം ഇവരെ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത്, ഫ്രണ്ടിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ചെക്ക് ചെയ്ത സമയത്ത് 4 പേരും മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ ഈ മെഷീൻ വെച്ച് അവരെ കൊണ്ട് ഊതിച്ചപ്പോൾ ഒന്നും ആയില്ല, അവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു ദിവസം ഇവര് വേറെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ വരുന്ന മുതലാക്കി, അതെ, അവരെ രക്ഷപ്പെട്ട് അവരങ്ങനെ പോയി. അത് കഴിഞ്ഞ് വേറെ 4 പേര് 3 പേരായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ കാറിൽ വരും. അപ്പൊ അവര് അവിടെ ചെക്കിങ് കാണുന്നതിന്റെ ഒക്കെ മുൻപ് ഇവര് കാറിൽ വെച്ച് സ്പ്രേ അടിച്ചിരുന്നു.
നമ്മുടെ ബോഡി സ്പ്രേ അടിച്ചു കാറിനകത്ത് ഇരുന്നിട്ട്. അപ്പൊ സ്പ്രേക്കകത്ത് ഇതുണ്ടല്ലോ, ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ടല്ലോ. മദ്യപിച്ചിട്ടില്ല? ഇല്ല, ആരും മദ്യപിച്ചിട്ടില്ല. അതിനുള്ളിൽ ഇരുന്ന് സ്പ്രേ അടിച്ചിരുന്നു 3 പേര് ഒന്നിച്ചിരുന്നു. അത് കഴിഞ്ഞ് ചെക്കിങ്ങിന്റെ സ്ഥലത്തെത്തി ഇവര് ഇത് അത് ഊതിക്കുന്ന ആ മെഷീൻ വെച്ചപ്പോ അവരാരും മദ്യപിച്ചിട്ടില്ലെങ്കിൽ ഈ ആൽക്കഹോളിക് കണ്ടന്റ് ഈ കാറിന്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നോണ്ട് അത് സൗണ്ട് അടിച്ചു. എന്നിട്ട് അവർക്ക് പിഴ അടയ്ക്കേണ്ടി വന്നു. ഒട്ടും പ്രവർത്തനക്ഷമമല്ല ഇത്തരം മെഷീനുകൾ, അല്ലെങ്കിൽ അത് കൃത്യമായല്ല പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഒരു കാര്യം. അതിൽ അത്ഭുതമൊന്നുമില്ല അനു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊന്നും അവർ അറിയാതെ ചെയ്യുന്നതാണോ അനു വിചാരിക്കുന്നത്? ഇതൊക്കെ എനിക്ക് തോന്നുന്നു പർപ്പസിൽ ചെയ്യുന്നതാണ്. പോനാൽ പോകട്ടും എന്ന് വെച്ചാൽ കിട്ടുന്നത് പോരട്ടെ. ബ്രത്ത് അനലൈസർ എന്നാണല്ലോ അതിന്റെ പേര്. അതാണ് നമ്മുടെ ശ്വാസം ഡിറ്റക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് കുക്ക് അടിച്ചാൽ അത്രയും സാധനം എത്രയാ പിഴ മേടിക്കുന്നത് അത്ര അവരുടെ പോക്കറ്റിലേക്ക് ഇട്ട് അവർക്ക് വിരിച്ചെടുക്കാം. എന്നിട്ട് പറയുന്ന ഒരു മറ്റേ പെനാൽറ്റി ഇടുമ്പോൾ ഇവർ പറയുന്ന പിഴയുണ്ട്, മറ്റേ ചെലാനുണ്ട്, അതുണ്ട്, ഇതുണ്ട്. എനിക്കൊരു ഒരിക്കൽ എൻ്റെ ഒരു പേഴ്സണൽ, ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുക, തിരിച്ചു പോവുക രാവിലെ. അപ്പോൾ ഈ വലിയൊരു അമ്പല പ്രൊമൈസസ് ആണ്. നമ്മൾക്ക് ആ നാട്ടിലുള്ളവർക്കല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല നടകളുണ്ട്. വടക്കേ നട, കിഴക്കേ നട, തെക്കേ നട. നമുക്ക് അറിഞ്ഞുകൂടെ ഏത് വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങുക. എവിടെ ഈ ഗുരുവായൂർ ജില്ല എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല. ഗുരുവായൂർ പോട്ടെ, തൃശ്ശൂർ ജില്ല മിക്കയിടത്തും വൺ വേ. ടൗണിലേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് അവിടെ ഒന്ന് കയറി കാണുന്നു. പക്ഷെ എനിക്ക് പേടിയാണ്. വേറൊന്നും കൊണ്ടല്ല, എല്ലാം വൺ വേ ആണ്. എവിടെ നിന്നാണ് പണി കിട്ടുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ സ്ഥിരമുള്ള ലോക്കൽസിന് അറിയത്തുള്ളൂ ഏതെല്ലാം വൺ വേ ആണ്. ഈ വൺ വേ കയറി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മൾ തിരിച്ചിറങ്ങണം വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് 2 വീലറാണെങ്കിൽ വലിയ വിഷയമില്ല. അങ്ങനെ ഒരു വൺ വേയിലാണ് ഞാനും എൻ്റെ ഫാമിലിയും പെട്ടത്. കാറിലായിരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടില്ല, അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല ഈ വഴിയിലൂടെ വൺ വേ ആണ് പോകാൻ പറ്റില്ല. നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുകയും നമ്മുടെ രജിസ്ട്രേഷൻ ചേർത്തല രജിസ്ട്രേഷൻ വേണ്ടി ഇറങ്ങി ചെല്ലുകയും ഒരു കൂട്ടം പോലീസുകാർ, 2 ജീപ്പ് പോലീസുകാരുണ്ട്. അതായത് ഒരു പിൽഗ്രിമേജിലാണ് നമ്മൾ പോയി. ഗുരുവായൂരമ്പലം എന്ന ലോക പ്രശസ്തമാണ്. എത്രയോ ദിനം പ്രതി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് തൊഴുതിട്ട് പോകുന്ന, ദിനം പ്രതി ഉത്സവമാണോ നിർബന്ധമൊന്നുമില്ല, ദിനം പ്രതി വന്നിട്ട് പോകുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ കണ്ട ലെഫ്റ്റിലൂടെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് വഴിയൊന്നും അറിയില്ല. നമ്മൾ ഗൂഗിൾ അമച്ചി ഇട്ടിരിക്കുന്ന സാധനം കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങി ചെന്ന ഉടനെ നേരെ നമ്മുടെ കയ്യിലോട്ട് എടുത്ത പോലെ അണ്ണന്മാർ അവിടെ നിൽക്കുക. അപ്പം ഞങ്ങൾ ഇറക്കി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ ചെന്ന് ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു പെറ്റി അടിക്കണമെന്ന് പറഞ്ഞു. പെറ്റി അടിച്ചു, നിങ്ങൾ റോങ് വഴി, അത് വൺ വേ ആണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു സാറേ ഞാൻ ഇറങ്ങി, ഞാൻ പറഞ്ഞു 32 രജിസ്ട്രേഷനാണ് സാർ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ആക്ച്വലി. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല പെറ്റി. അപ്പം ഈ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ ഇച്ചിരി ചൂടായി, ഒരു കലിപ്പൻ പുള്ളിക്കാരൻ ചൂടായിട്ട് പറഞ്ഞു സാറിന് ചെയ്യാവുന്ന ചെയ്തോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ കിടന്ന് ഇങ്ങനെ ഷോ കാണിക്കാതെ, അവരുടെ കാര്യങ്ങൾ നമ്മൾ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞു. സ്വഭാവമായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. അങ്ങനെ ഞാനൊരു ഫ്രണ്ട് പോലീസുകാരനെ വിളിച്ചപ്പം ശരിക്കും അത് അവരോടൊന്ന് സംസാരിച്ച് നോക്കും. പുള്ളി ഈ അപ്പുറത്തിരിക്കുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചു, എൻ്റെ കൂട്ടുകാരൻ കൂടെയാണ്. പുള്ളി ഈ ഫോണിലോട്ട് പുള്ളി കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് നിന്ന് അവിടെ നിൽക്കുന്നത് സാധാ സിവിൽ പോലീസ് ഓഫീസർമാരല്ല നിൽക്കുന്നത്, ടോപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് നിൽക്കുന്നത്. പുള്ളി മേടിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. എൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എന്തായാലും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അത് ഭയങ്കര ത്രട്ടണി, എന്തോ വലിയ അപരാധം ചെയ്ത പോലെ. ഓക്കെ, നമ്മളപ്പോൾ ശരി വണ്ടാരം, എൻ്റെ വണ്ടി ഞാനല്ല ഓടിക്കുന്നെങ്കിലും വണ്ടി എൻ്റെ വില. അപ്പോൾ സംഭവങ്ങൾ മെസ്സേജൊക്കെ എനിക്ക്. പക്ഷേ എനിക്ക് സത്യത്തിൽ അവരെന്നെ കളിയാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വീട്ടിൽ ചെന്ന് ഒരു പേപ്പർ പോലും എൻ്റെ വീട്ടിൽ വന്നില്ല. അന്ന് അത്രയും സമയം അവർ നമ്മളവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. കുഞ്ഞുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നമ്മൾ പറയുന്നുണ്ട് സാർ ഞാൻ അബദ്ധം പറ്റിപ്പോയി സാർ, ഒരു ചെറിയ എമൗണ്ട്. അപ്പം അന്ന് അവർ പറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 750-500 രൂപയാണ്. അപ്പം ഞങ്ങൾ സാർ ഞങ്ങളൊരു 250 അടയ്ക്കാം. അത് സമ്മതിക്കില്ല, പറ്റത്തില്ല, 500 തന്നെ അടച്ചേ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് വഴിതെറ്റി ഇറങ്ങിയതാണ് ഈ പറയുന്നത്. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി ഓക്കെ, നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് മേടിച്ചു. നിങ്ങൾ കോടതി കൊണ്ട് അടച്ചോളാൻ പറഞ്ഞു. എന്തോ ഇൻഡാസ് പേപ്പർ ഏതാണ്ട് എഴുതി വെച്ചവർ. നമ്മുടെയിലൊന്നും അതൊന്നുമില്ല. സ്വാഭാവികമായിട്ടും കോടതി കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാലും നമുക്കത് ഇവർ പറയുന്ന പോലെ പരിവാഹൻ സൈറ്റിൽ വരണ്ടേ. പരിവാഹൻ സൈറ്റിലൊന്നും വന്നില്ല. ഞാൻ കുറേ തപ്പി എത്ര എമൗണ്ട് ഇവർ അടിച്ചിട്ടുണ്ട്, എന്താണ് നമ്മുടെ ഒരു പെനാൽറ്റി വെച്ചെന്നൊക്കെ ഒക്കെ ഒന്നുമില്ല. അത്രയും നേരം എനിക്കൊന്നൊരു 10-20 മിനിറ്റ് വരെ നമ്മളവിടെ പിടിച്ചു നിർത്തി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തിനാണ് അത് ചെയ്തത് ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട്. എന്തിനായിരുന്നു നമുക്ക് അത്ര ഒരു വിഷമത? നമ്മളെ ഒരാളിപ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സന്തോഷകരമായ കാര്യമല്ല. ഇപ്പൊ തന്നെ ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വൈറ്റ്ല ഹബിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി ബ്രത്ത് അനലൈസർ ചോദിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖകരമായ കാര്യമല്ല. നമുക്കൊരു ചളിപ്പോ ജാളിതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അത് ചെയ്യാത്ത ഒരാളാണെങ്കിൽ. അപ്പൊ ഇവരിത് ചെയ്യുന്നത് എന്ത് മനസ്സുഖമാണ് ഇവർക്ക് കിട്ടുന്നത്? അതും വലിയ ഉദ്യോഗസ്ഥന്മാർ, MVD പോലുള്ള, MVD ആണെന്ന് എനിക്കൊരു സ്പെഷ്യൽ സ്ക്വാഡ് എന്താണ്ടായിരുന്നു, വലിയ ടോപ്പിലോ മറ്റേ വട്ടത്തൊപ്പി അല്ലാത്ത നോർമൽ ഇച്ചിരി ഹൈ പ്രൊഫൈലായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെന്ന് പരിശോധിച്ചത്. വേറെ കുറച്ച് ആൾക്കാരെ അതുപോലെ നിർത്തിയിട്ടുണ്ട്. അയാളൊക്കെ എന്തോന്നാലും ശരിക്കും ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഓർത്ത് ഇത്രയും മനസാക്ഷി ഇല്ലാതെ എന്തിൻ്റെ ഒരു യൂണിഫോമിൻ്റെ പേരിൽ ആൾക്കാർ ഇതുപോലെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട് വന്ന ആൾക്കാരാണ്. അമ്പലത്തിൽ നിന്ന് കള്ളുപിടിച്ചിട്ടല്ലല്ലോ വരുന്നത്. അത്രയും വളരെ മ്ലേച്ഛകരമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ആളോടും ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പൈസയ്ക്ക് വേണ്ടി. ആൾക്കാരെന്താ കളിയാക്കണം, കോമാളിയാക്കി, അവരുടെ സമയത്തിനൊന്നും വിലയില്ലേ? ആളുകളെ മെനക്കെടുത്തെന്നുള്ള ഒരു എന്താ പറയുന്ന, ഇന്നും സത്യത്തിൽ ഇവർ കോമാളിയായിട്ടാണ് എനിക്ക് ഇവരെ കാണുമ്പോൾ തോന്നുക. വേറൊന്നും കൊണ്ടല്ല,
നമ്മളെ കളിയാക്കുക. എന്തുകൊണ്ട് പരിവാഹനിൽ പിന്നീട് വന്നില്ല, അതിന്റെ ചെലാൻ റെസിപ്റ്റ് വന്നു, എന്തുകൊണ്ട് എനിക്ക് പെനാൽറ്റി തന്നില്ല, അത് തെറ്റായിരുന്നെങ്കിൽ? അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? ഇവരൊരിക്കലും ജനങ്ങളുടെ കൃത്യമായ സംരക്ഷണമോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എന്താ പറയാ, അവരെ സംരക്ഷിച്ച് അവിടെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നത് എൻഷുർ ചെയ്യുക, അതല്ല അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഇന്ന് ഈ വാർത്ത കണ്ട സത്യം എനിക്ക് ചിരിയാണ്. ഇതൊന്നും ഒരിക്കലും ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ജനങ്ങൾക്ക് പെറ്റി അടിച്ചു കൊടുത്ത് ജനങ്ങളെ നേർവഴിക്ക് നടത്തി ജനങ്ങൾക്ക് ആക്സിഡന്റിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ആയുഷ്മാൻ ഭവ നേരാനല്ല സർക്കാർ അല്ലെങ്കിൽ MVD-കാർ ഇരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഒരിക്കലും ഒരു ജനങ്ങളുടെ ഒരു വളരെ കുറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ, ചിലപ്പോൾ അതിൽ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല, 100 ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഒരു 10% ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങൾ പിന്നെ ഇങ്ങനെ മര്യാദയ്ക്ക് പോകണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ. ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും സർക്കാരിനോട് ചേർന്ന് ജനങ്ങളെ പോക്കറ്റ്, പാവപ്പെട്ട ജനങ്ങളാണ്, അത്യാവശ്യം കൊറോണയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു പരുവത്തിലാണ് ജീവിച്ചു പോകുന്നത്. അതിനിടയ്ക്ക് ചിലപ്പോൾ അന്നുള്ള പൈസ കിട്ടി തന്നെ 100,000 രൂപയായിരിക്കും കഴിക്കുന്നത്. 500 പെറ്റി അടിച്ച് പോകുമ്പോൾ ബാക്കി 500 എന്ത് ചെയ്യും? ചിലപ്പോൾ അവൻ്റെ മോക്ക് ഫീസ് കൊടുക്കാനോ വീടിൻ്റെ വാടക കൊടുക്കാനോ കറണ്ട് ചാർജ് അടയ്ക്കാനോ വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന തോന്നിയാസത്തിന് ഒരു അറുതി ഉണ്ടാക്കണമെന്ന് മാത്രം പറയട്ടെ.